ഷോർട്സ് ഇപ്പോൾ 3 മിനിറ്റ് ആക്കില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഷോർട്സ് ഇടാമെന്ന്. വീക്കെൻഡിലെടുത്ത ഷോർട്സാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ആക്കുന്നത്. അപ്പം നമ്മൾ ഫ്രൈഡേ ഒക്കെ ആയിരിക്കുമല്ലോ പുറത്ത് പോകുന്നത്. ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മൾ ഔട്ടിങ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഹാഫ് മൂൺ ബീച്ച് വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. ദമാമിന്ന് ഹാഫ് മൂൺ ബീച്ചിലേക്കൊരു ½ hour അത്രയും ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ നമ്മളിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3:30-4 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഇറങ്ങിയെന്ന്. പിന്നെ ഇവിടെ ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുമ്പം അവിടെ മെയിനായിട്ട് നമ്മളിപ്പോൾ പോകുന്ന ബങ്കി ഓടിക്കാനാണ്. ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങുമ്പോൾ ചൂടൊക്കെ കുറവുള്ളതുകൊണ്ട് നല്ല രസമാണ് പോകാനായിട്ട്. ഇഫ്രു ആണെങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അലമ്പാണ്. ഇപ്പം കുറേ കൂടി അലമ്പ് കൂടിയ ടൈമാണ്. അപ്പം കയറി കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പം മുടിയൊക്കെ ഒതുക്കി വെക്കാം. അവിടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആൾ മുടിയൊക്കെ പൊങ്ങിയിരിക്കുന്നത്, അത് താത്തി വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെറ്റ്സ് മെയിനാണ്. എവിടെ ഇറങ്ങിയാലും സ്പെറ്റ്സ് കണ്ട ഇഫ്രുവിന് വെക്കണം. ബീച്ചിലേക്ക് എത്താറായി. അപ്പോൾ സൺസെറ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു സൂര്യൻ കാണാനായിട്ട്. I keep waiting for you to call. I'm thinking that I'm gonna need a miracle. ഹാഫ് മൂൺ ബീച്ച് എത്തിയ ആ ഒരു ടൈം തന്നെ സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ബങ്കി ഇപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ മെയിനായിട്ടും അതാണ്. പിന്നെ ഹാഫ് മൂൺ ബീച്ച് പോകുന്നത് കുളിക്കാനായിട്ടാണ്. അപ്പം ഇരുട്ടായതുകൊണ്ട് പിന്നെ കുളിക്കൽ നടക്കൂല. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ദമാം കോർണിഷിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്കടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമായിട്ട് നമ്മൾ ദമാമല്ല കോബാർ കോർണിഷിൻ്റെ അവിടേക്ക് വന്നു. അവിടെ അപ്പോൾ അവരുടെ പിള്ളേരുണ്ട്, 2 പേരുണ്ട്, ഇച്ചൂസും ഇഫ്രുവും. ഇക്കടെ ഫ്രണ്ടിന്റെ മോനെ വിളിക്കുന്നത് ഇഫ്രു. അവനാണ് ഈ തള്ളിക്കൊണ്ട് നടക്കുന്നത്. ചെറുതാണ്, 1.5 വയസ്സേ ഉള്ളൂ. അവനാണ് ഈ 2 ഇഫ്രു ആണ് നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞ ഇഫ്രുവിന് വിഷമമാണ്. ഇഫ്രുവിന് എവിടെ പോയിട്ട് വന്നാലും പിന്നെ കരച്ചിലായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.